നമുക്കറിയാം, ഒരു നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തിയ വാർത്തയായിരുന്നു ഒഡീഷയിലെ ബാലസോർ ട്രെയിൻ ദുരന്തം. ജൂൺ 2-ന് ബാലസോർ ജില്ലയിലെ ബഹനാഗ ബസാർ സ്റ്റേഷനിൽ വെച്ച 3 ട്രെയിനുകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ നിരവധി ജീവനുകളാണ് അന്ന് പൊലിഞ്ഞുപോയത്. ഷാലിമാർ ചെന്നൈ കോറമാണ്ടൽ എക്സ്പ്രസ് ചരക്ക് തീവണ്ടിയിലിടിച്ച പാളം തെറ്റിയായിരുന്നു അപകടം. കോറമാണ്ടൽ എക്സ്പ്രസ് 130 കിലോമീറ്റർ വേഗതയിൽ ലൂപ്പ് ട്രാക്കിലേക്ക് കടന്ന് അവിടെ നിർത്തിയിരുന്ന ചരക്ക് വണ്ടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കോറമാണ്ടൽ എക്സ്പ്രസിന്റെ ബോഗികളിൽ 3 എണ്ണം ഈ സമയം തൊട്ടടുത്ത ട്രാക്കിലൂടെ പോവുകയായിരുന്ന യശ്വന്ത്പൂർ ഹൗറ സൂപ്പർഫാസ്റ്റിന്റെ അവസാനത്തെ 4 ബോഗികളിലേക്ക് വീണു. ഈ ആഘാതത്തിലാണ് ഹൗറ സൂപ്പർഫാസ്റ്റിന്റെ 2 ബോഗികൾ പാളം തെറ്റിയത്. അങ്ങനെ ഒരു രാജ്യത്തെ മുഴുവൻ മുൾമുനയിലാക്കിക്കൊണ്ട് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 292 പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അരുൺ കുമാർ മഹന്ത, സെക്ഷൻ എഞ്ചിനീയർ അമീർ ഖാൻ, ടെക്നീഷ്യൻ പപ്പു കുമാർ എന്നിവരെ CBI കഴിഞ്ഞ ജൂലൈ 7-ന് അറസ്റ്റ് ചെയ്തിരുന്നു. കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് അറസ്റ്റിലായ 3 റെയിൽവേ ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഭുവനേശ്വറിലെ പ്രത്യേക CBI കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ബഹനാഗ ബസാർ സ്റ്റേഷന് സമീപമുള്ള ലെവൽ ക്രോസ് ഗേറ്റ് നമ്പർ 94-ലെ അറ്റകുറ്റപ്പണികളിൽ പിഴവ് സംഭവിച്ചെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 79-ാം ലെവൽ ക്രോസിലെ സർക്യൂട്ട് ഡയഗ്രം ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കൂടാതെ നിലവിലുള്ള സിഗ്നൽ ഇന്റർലോക്ക് ഇൻസ്റ്റലേഷനുകളിൽ പരിശോധനയും മാറ്റങ്ങൾ വരുത്തലും അംഗീകൃത പ്ലാനിനും നിർദ്ദേശങ്ങൾക്കും അനുസൃതമാണെന്ന് ഉറപ്പിക്കുക എന്നതുമായിരുന്നു പ്രതികളുടെ ചുമതലയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്.